സഹൃദരെ നമസ്കാരം. മാച്ച് 37 CSK vs GT ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞിരിക്കുകയാണ്. CSK 158-7 എന്നതിൽ 20 ഓവറിൽ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ദാരുണമായ ഒരു പവർ പ്ലേ ആയിരുന്നു കേട്ടോ. 28-3 പോയത്. അതായത് നമ്മുടെ സഞ്ജേട്ടനൊക്കെ ആദ്യമേ ഔട്ടായിരുന്നു. ചേട്ടാ ഒരു 15 ബോളിൽ 15 റൺസ് 2 4 അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ പിന്നെ വേറെ എന്താ പറയുക, ഉരുൾ പട്ടേൽ ഒരു 4 അടിച്ചു. അപ്പോൾ ആ ഓവറിൽ തന്നെ റബാൽഡ് ആ ഓവറിൽ തന്നെ 2 വിക്കറ്റ് കൊടുത്തു. അങ്ങനെ ശരി കടുത്തൊരവസ്ഥയിലാണ് കടന്നു പോയെങ്കിലും 158 പൊരുതാവുന്നൊരു സ്കോർ. ചെന്നൈ ക്യാപ്റ്റൻ ഗെയ്ക്വാദ് 74 നോട്ട് ഔട്ട് 60 ബോളിൽ ഇന്നാണ് ക്യാപ്റ്റൻ തിരിച്ച് ഫോമായ ക്യാപ്റ്റൻ ഇന്നിങ്സ് ആയിരുന്നു. 6 4 4 6 ഉണ്ടായിരുന്നു. കൂടെ ദൂബെ ആയിട്ട് ചെയ്യുന്ന ചെറിയൊരു പാർട്ണർഷിപ്പ്. 17 ബോൾ 22 റൺസ് ദൂബെ എടുത്തായിരുന്നു. 3 4 1 6. അതുപോലെ കാർത്തിക് ശർമ്മ വന്നൊരു 9 ബോളിൽ 15 റൺസ് ഒരു 3 4. ഓവർട്ടൺ അവസാനം വന്നൊരു ഹെവി റോള് 6 ബോൾ 18 റൺസ് 3 4 1 6 അടിച്ചിട്ട് പോയായിരുന്നു. ഓക്കെ, ഇതൊക്കെയാണ്. റബാഡോ അടിപൊളിയായിട്ട് ബോൾ ചെയ്തിട്ടുണ്ട്. 25-3 4 ഓവറിൽ. അതുപോലെ എന്താ പറയുക, അർഷദ് ഖാൻ 43 റൺസിന് 2 വിക്കറ്റ് എടുത്ത് 4 ഓവറിൽ. സിറാജ് ഏതാണ്ട് 23-1 4 ഓവർ. ഏതാണ്ട് 13-14 ഡോട്ട് ബോൾ വരെ ഉണ്ട് പുള്ളിക്കാരൻ്റെ ബോളിങ്ങിൽ. മനോജ് സുത്താർ 22 റൺസിന് 1 വിക്കറ്റ് 3 ഓവറിൽ. അതും ഫൈനൽ ഓവർ 20th ഓവർ സുത്താറാണ് ബോൾ ചെയ്തത്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് ചെയ്യായിരുന്നു. ഇതിനിടയ്ക്ക് ഒരു അബദ്ധം പറ്റി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഉരുൾപൊട്ടൽ ഔട്ടായവർ തന്നെ സർഫറസ് ഖാനെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറക്കിയായിരുന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അപ്പോൾ മുകേഷ് ചൗധരി ബോളിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്തായാലും നമുക്ക് നോക്കാം ഈ സ്കോർ ഡിഫെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ GTയെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 3 സായി സുരേഷൻ, ഗില്ല്, ജോസ് ബട്ട്ലർ അവർ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അടിച്ചെടുക്കാൻ പറ്റുന്ന സ്കോറാണ്. എന്നാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് സെക്കൻഡ് ചേഞ്ച് ആണ്. ബൈ.